ഇതാണ് നമ്മുടെ കൂത്തുമാടം. നമ്മുടെ പാവക്കൂത്ത് നടക്കണം, അതായത് തോൽപ്പാവക്കൂത്ത് നടക്കുന്ന കൂത്തുമാടാണ് ഇട്ടത്. അപ്പോൾ പൂരം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അതായത് കൂത്ത് പൂരം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് രാത്രി മുതലാണ് സാധാരണയായിട്ട് കൂത്ത് നടത്തി പോരാറ്. അപ്പോൾ അന്ന് മുതൽ രാത്രി വെളിച്ചപ്പാട് ഇങ്ങനെ വന്നിട്ട് നമ്മൾ കൂത്ത് നടത്തുന്ന ആൾക്കാരൊന്ന് ബ്ലസ് ചെയ്തിട്ട് പോകും. ഈ ഒരു ചടങ്ങിനെ ഞങ്ങളവിടെ കൂത്തുമാടം കൊട്ടിക്കയറുക എന്നാണ് കേട്ടോ പറയുക. സാധാരണ ഈ പുലവ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് കൂത്ത് നടത്താറുണ്ടായിരുന്നതെങ്കിലും ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും പഠിച്ചിട്ട് അത് ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ കൂത്തുമാടത്തിന് പുറത്ത് കത്തിയിരുന്ന വിളക്കിൽ നിന്നും ഒരു തിരിയിൽ ദീപമെടുത്ത് വന്നിട്ടാണ് കൂത്തുമാടത്തിൻ്റെ അകത്ത് ചെരാതിലൊന്നല്ല കേട്ടോ, നാളികേരം രണ്ടായിട്ട് മുറിച്ച് അതിൽ തിരിയിട്ടിട്ടാണ് ദീപം കത്തിക്കുന്നത്. അതിൽ കൊടുന്ന് കത്തിക്കുന്നത് പുറത്തുള്ള ആ തിരിയിൽ നിന്നാണ് കേട്ടോ. ഞാനൊരു 6 കൊല്ലക്കായി ഇപ്പോൾ ഏകദേശം ഈ കൂത്ത് കാണാൻ തുടങ്ങിയിട്ട്. കല്യാണം കഴിഞ്ഞ് പോയിട്ട് കാണാൻ തുടങ്ങി. ഞങ്ങളുടെ അവിടെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിലുള്ള ദേവീക്ഷേത്രങ്ങളിലാണ് നടക്കുക. എല്ലാ ദേവീക്ഷേത്രങ്ങളിലും ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ ഇതാ കൂത്തുമാടത്തിൻ്റെ അകത്തേക്കൊന്നും ഞാൻ ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല. അവരുടെ ചോദിച്ചപ്പോൾ അവർ കയറിയിട്ട് എടുത്തോളാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഉള്ളിലും കയറിയിട്ട് എടുത്താണ് കേട്ടോ. പിന്നെ എന്താ പാവക്കൂത്ത് നടക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പാവ കളിക്കുന്നത് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മളെല്ലാവരും പോവുക. പക്ഷേ എല്ലാ സന്ദർഭങ്ങളിലും ഈ പാവ ഇങ്ങനെ കളിക്കണം എന്നില്ല. ഞങ്ങൾ കാണുമ്പോൾ ഒട്ടുമിക്ക സമയങ്ങളിലും രാവിലെ ഒരു 10 മണി മുതൽ 3 മണി വരെ ഇതുണ്ടെങ്കിലും കൂടെ അത്രയും നേരം നമ്മൾ ഇരിക്കാറില്ല കേട്ടോ. ഇടയ്ക്ക് പോയിട്ട് കണ്ടിട്ട് വരാറാണ്. അപ്പോൾ പാവ അനങ്ങാതെ നിൽക്കുന്ന സമയങ്ങളും കൂടുതലുണ്ടാവും. അങ്ങനെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. പിന്നെ ഇക്കൊല്ലം ഇങ്ങനെ റീലിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് ആൾക്കാരെ കണ്ടുകൊണ്ട് പൂരം കഴിയാനാകുമ്പോഴത്തേനും മീൻസ് കൂത്ത് പൂരട്ട് ദിവസങ്ങൾ കഴിയുന്തോറും ആളുകളുടെ എണ്ണം കൂടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി പേര് വീഡിയോസ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ അടുത്തൊക്കെ ഇങ്ങനെ പാവക്കൂത്ത് നടക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുന്നുണ്ട്. നമ്മൾ റീലിലൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണത് നല്ലതാണ്. അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വരാം. രാമ